ഡോക്ടർ സെൻകുമാർ, ശിവൻകുട്ടി എരുതിയിൽ എണ്ണയൊഴിച്ചതുകൊണ്ട് ഇന്നിപ്പോൾ SDPI രംഗത്ത് വന്നിരിക്കുകയാണ്. മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഹിജാബിനായിട്ട് സർക്കുലറായിട്ട് ഇറക്കണം എന്നാണിപ്പോൾ അവരുടെ ആവശ്യം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകണം, മന്ത്രിയുടെ നിലപാട് സർക്കുലറായി പുറത്തിറക്കണം, സ്ഥാപനങ്ങളുടെ നിയമാവലി ഭരണഘടനയ്ക്ക് മുകളിൽ അല്ല എന്നും SDPI ഇപ്പോൾ പരസ്യമായ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിനൊരു വഴി തുറന്നു കൊടുത്തിരിക്കുകയാണ് ശിവൻകുട്ടി. ഓക്കെ, ആദ്യം ശ്രീ നൗഷാദിന് ഞാൻ ഒന്ന് രണ്ട് മറുപടി പറയാതെ പറ്റില്ല. നൗഷാദെ, ഞാൻ എന്തുകൊണ്ട് ഹിന്ദു ആയി എന്നുള്ളത് സെൻകുമാറും മുസ്ലിം സമൂഹവും എന്ന് പറഞ്ഞ് എൻ്റെ ഫേസ്ബുക്കിൽ പിൻ ചെയ്തിട്ടുണ്ട്. അത് മലയാളത്തിലാണ്. നൗഷാദ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഞാൻ റിട്ടയർ ചെയ്തിട്ട് 8 വർഷമായി. ഈ 8 വർഷത്തിനുള്ളിലോ ഈ 34 വർഷത്തിനുള്ളിലോ എനിക്കെതിരെ ഒരു മുസ്ലിമിനും കേസ് പോകേണ്ട വന്നിട്ടില്ല. പക്ഷേ RSSകാർ എനിക്കെതിരെ കേസിന് പോയിട്ടുണ്ട്. അത് ഞാൻ ഹൈക്കോടതിയിൽ പോയി കോഷ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ സെൻകുമാർ എങ്ങനെയുള്ളതായിരുന്നു എന്ന് അതിൽ നിന്ന് നൗഷാദ് മനസ്സിലാക്കുക. പിന്നെ ഇപ്പം ഒന്ന്, ഇത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണോ? കേരള ഹൈക്കോടതി പറഞ്ഞു അല്ല, കർണാടക ഹൈക്കോടതി പറഞ്ഞു അല്ല. കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയി ആ സുപ്രീം കോടതിയിലെ 2 ജഡ്ജസ് 2 ഒപ്പീനിയൻ പറഞ്ഞ് ആ കേസ് അവിടെ കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിലെ 3 ബെഞ്ചോ 5 ബെഞ്ചോ ജഡ്ജിൻ്റെ വിധിയാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ അത് ഉള്ളത്. അതുകൊണ്ട് അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല. ഇനി വേറെയും കുറേ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഉണ്ട്. ജെയിൻ എന്ന് പറയുന്ന ഒരു മതമുണ്ട്, ജെയിൻ മതം. ആ ജൈനുകൾ ദിഗംബരന്മാരാണ്, എന്ന് വെച്ചാൽ വസ്ത്രം ധരിക്കില്ല. ഇപ്പോൾ ജൈനിലെ 17 വയസ്സായ കുട്ടികൾ വസ്ത്രമൊന്നും ധരിക്കാതെ അവരുടെ മതപരമായ അവകാശമാണ് എന്ന് പറഞ്ഞ് ഈ സ്കൂളുകളിലേക്കൊക്കെ വന്നാൽ ശ്രീ നൗഷാദ് അവരെ സ്വീകരിക്കുമോ? അത് സമ്മതിക്കുമോ? നിങ്ങളെപ്പോലെ തന്നെ അവർക്കുണ്ടല്ലോ മൗലിക അവകാശങ്ങൾ. നിങ്ങൾക്ക് മാത്രമല്ലല്ലോ. ആർട്ടിക്കിൾ 25, 26 ഒക്കെ എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ബാധകമാണെങ്കിൽ ഒരു ജൈൻ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ നഗ്നനായിട്ട് അല്ലെങ്കിൽ നഗ്നയായിട്ട് സ്കൂളിലും കോളേജിലും വരണം, അത് ഞങ്ങളുടെ മതം അനുശാസിക്കുന്നതാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കൂ? അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വിടുക. എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് മാത്രമേ സമ്മതിക്കുള്ളൂ. അതുകൊണ്ടാണ് സർദാർജിമാരെ അവരുടെ പകട വയ്ക്കുന്നതിനും അവരുടെ മറ്റ് 5 കാര്യങ്ങൾ കൊണ്ടുനടക്കുന്നതിനൊക്കെ അനുവദിച്ചിട്ടുള്ളത്. അത് അവരുടെ വാള് വളരെ ചെറുതാണ്, അത് സുരക്ഷാർത്ഥം ചെറുതാക്കി കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് പോലെ അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെറുതാക്കാനും സാധിക്കും. അല്ലാതെ അവർ ഉദ്ദേശിക്കുന്ന പോലെ വലിയ വാളും കൊണ്ടുവന്ന് നടക്കാൻ സാധ്യമല്ല. പിന്നെ ഇതുപോലെ തന്നെ ഈ ഹിജാബ് ധരിപ്പിക്കുന്നത്, ഇപ്പോൾ കാസർഗോഡ് KV സ്കൂളിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കണ്ടതാണ്. അവിടെ ഒരു ഹിന്ദു പെൺകുട്ടിയുടെ പൊട്ട് മാച്ചിട്ട് അതിനെ ഹിജാബ് ധരിപ്പിച്ച് സെൽഫി എടുപ്പിക്കുന്നു. ഇത് മറിച്ച് ഒരു പെൺകുട്ടിയുടെ ഹിജാബ് മാറ്റിയിട്ട് പൊട്ട് ഇട്ടിട്ട് സെൽഫി എടുക്കാതിരുന്നെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ ഇത് വളരെ പ്ലാൻഡായിട്ട് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി പള്ളുരുത്തിയിലെ വേറൊരു കാര്യം ഞാൻ പറയാം. അവിടെ അഴകിയ കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അതിന് 9 ചില്ലാനോ 12 ചില്ലാനോ ഏക്കർ സ്ഥലമുണ്ട്. അതിലൊക്കെ കയറ്റം നടത്തിയിരിക്കുന്നതും അത് RDOൻ്റെ സഹായത്തോടെ അത് ഇതുവരെ ഒഴിപ്പിക്കാതെ വെച്ചിരിക്കുന്നതും അവിടെ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. അതൊക്കെ നോക്കണം. ഈ ക്ഷേത്രഭൂമികൾ ഇതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എന്താണ് മതേതരത്വത്തിൻ്റെ ഏറ്റവും മുഖച്ഛായായിട്ട് പറയുന്ന പാളയത്തെ മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും അവിടെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ട ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. ആ ഗണപതി ക്ഷേത്രത്തിന് 92 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ 9 സെൻറ്റേ ഉള്ളൂ. ബാക്കി 83 സെൻറ്റ് എവിടെ പോയി? അപ്പോൾ അതുകൊണ്ട് ഇത് ഈ പറയുന്നത് ആദ്യം ശിവൻകുട്ടി മന്ത്രിയെ വിടുക. കാരണം ശിവൻകുട്ടി മന്ത്രി മറിഞ്ഞും എല്ലാത്തിലും ചെയ്യുന്നതാണ്. അത് നമ്മൾ നിയമസഭയിൽ കണ്ടതാണ്. ഇപ്പം നിയമസഭയിൽ എന്താ തീരെ മറിച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് ശിവൻകുട്ടി മന്ത്രിയെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നതല്ല. അദ്ദേഹം അവിടെ ജയിച്ചത് SDPI ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പ്രധാനമായിട്ടും ശ്രീ കെ മുരളീധരൻ അവിടെ വന്ന് മത്സരിച്ചതിൻ്റെ ഫലമായിട്ട് കുറേ വോട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോയതുകൊണ്ടാണ്.
അത് തൃശ്ശൂർ ശ്രീ കെ മുരളീധരന് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അത് സമാസമായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഒരു സംഭവങ്ങളല്ല. അപ്പം ശ്രീമാൻ നൗഷാദിന് സംശയമുണ്ടെങ്കിൽ, എൻ്റെ ഇൻറ്റഗ്രിറ്റിയിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ അതിലൊന്നും വായിച്ചാൽ ഞാൻ കൃത്യമായിട്ട് പിൻ ചെയ്തിട്ടിട്ടുണ്ട്, അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആകുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും എൻ്റെ രാജ്യം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആകാതിരിക്കാൻ എനിക്ക് കഴിയുന്നത്ര ഞാൻ ശ്രമിക്കും എന്നുകൂടി ഞാൻ ശ്രീ നൗഷാദിനോട് പറയുകയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അത് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ, എൻ്റെ കാര്യം എൻ്റെ വീട് മാത്രമായിട്ട് യാതൊന്നും പറയാതെ ജീവിച്ചാൽ ഈ ഇന്ത്യയിൽ വരാൻ പോകുന്നത് അത് മുഖംമൂടി മാറ്റാറായി എന്ന് പറയുന്നത് ഹിന്ദു അല്ലെങ്കിൽ RSS അല്ല. അത് മാറ്റാറായത് PFIയും അവരുണ്ടാക്കിയ 2047 അവരുടെ ആ തയ്യാറെടുപ്പമാണ്, വിഷൻ 2047. അത് കൃത്യമായിട്ട് വായിച്ച ആൾക്കാരാണ് ഇതൊക്കെ. അത് കൃത്യമായിട്ട് അവർ തന്നെ പുറത്തിറക്കിയതല്ലേ. അപ്പോൾ ഇതിനൊക്കെ അതുകൊണ്ടാണ് ഇവിടെ പലരും മാറുന്നത്. അതായത് 1971 ശേഷം മുസ്ലിം സമൂഹത്തിലുണ്ടായ മാറ്റം, അവിടെ ഉണ്ടായി വന്ന തീവ്രവാദം, അതിന് അവിടെ കിട്ടിയ പിന്തുണ. കാരണം പിന്തുണ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ജോസഫ് സാറിൻ്റെ കൈവെട്ടിയവരെ ഇലക്ഷനിൽ ജയിച്ചു. അപ്പോൾ 1, 2, 3, 4 ആളുകളല്ല അയാളെ പിന്തുണച്ചത്. ഒരു വലിയ സമൂഹം പിന്തുണയ്ക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അവിടെ ജയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് സാമാന്യം നല്ല പിന്തുണ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ആ സമൂഹത്തിൻ്റെ ഇടയിൽ. അത് വളരെ അപകടകരമായ കാര്യമാണ്. അത് അവർ മനസ്സിലാക്കണം, ആ സമൂഹം മനസ്സിലാക്കണം, ഇത് അപകടത്തിലേക്കാണ്. അപ്പോൾ അത് മനസ്സിലാക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും നല്ലൊരു ഭാഗം അത് അനുസരിക്കാൻ, ഈ തീവ്രവാദികളെ ഉള്ളുകൊണ്ട് അനുസരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് വളരെ എന്താ പറയുന്നത് ദൗർഭാഗ്യകരമായൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പം അതുകൊണ്ട് PDPയുടെ മുന്നത്തെ ISS ഉണ്ട്. എന്തായിരുന്നു, എന്തൊക്കെയാണ് ശ്രീമാൻ മദനിയുടെ പ്രസംഗങ്ങൾ? ഞാനിപ്പോൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ഈ ഹിജാബിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സ്കൂളിൽ ഒരു ടെസ്റ്റ്, അടുത്തൊരു ടെസ്റ്റ് ഡോസായിരുന്നു. ഇതിനു മുന്നേ കോളേജുകളിൽ ഇതിനു വേണ്ടി പ്രത്യേകം മുറി വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ടെസ്റ്റ് ഡോസുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തും. കാരണം കേരളത്തിലെ സ്ഥിതി മാറി വരുന്നു. ആ മാറി വരുന്ന സ്ഥിതിയിൽ ഒരു സ്റ്റഡി ഉണ്ട്. 5% പോപ്പുലേഷൻ, 10% പോപ്പുലേഷൻ, 15% പോപ്പുലേഷൻ, 20% പോപ്പുലേഷൻ, 25% പോപ്പുലേഷൻ, 30% പോപ്പുലേഷൻ ആയിക്കഴിഞ്ഞാൽ ആ സമൂഹങ്ങളിൽ ഇവരെന്ത് ചെയ്യുമെന്ന് നല്ല സ്റ്റഡികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മതേതർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക, നിങ്ങളാണ് ആദ്യത്തെ ഇര, ബാക്കിയുള്ളവരെ പിന്നീട് ഇരയാകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ മതേതരമായിട്ട് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വേറെ ഏതെങ്കിലും ഇസ്ലാമിക് കൺട്രിയിൽ മതേതരത്വം ഉണ്ടോ? 50% മുസ്ലിമുകളുള്ള ഏതെങ്കിലും ഒരു രാജ്യം മതേതരമായിട്ട് നിലനിൽക്കുന്നു എന്ന് ശ്രീമാൻ നൗഷാദിന് പറയാൻ പറ്റുമോ? അപ്പോൾ ആ മതേതരത്വം എന്തുകൊണ്ട് ഉണ്ട്, ജനാധിപത്യം എന്തുകൊണ്ടുണ്ട് എന്നുള്ളതിന് ഹിന്ദു മജോറിറ്റിയാണ് അത് മാത്രമാണ് അതിന് ചെയ്യുന്നത്. അതില്ലാതാവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലൊക്കെ സംഭവിക്കുന്നത് പോലെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇന്ത്യയിലെ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ബാധ്യത എന്നെപ്പോലുള്ളവർക്കുണ്ട്. അതെല്ലാം അല്ലാതെ ഇതെല്ലാം അറിഞ്ഞിരുന്ന് മിണ്ടാതിരുന്ന് സ്വന്തം കാലം കഴിച്ചു പോകുകയല്ല എൻ്റെയൊക്കെ കർമ്മം. എൻ്റെ കർമ്മം ഈ പറയുന്ന എൻ്റെ രാജ്യത്തോടുള്ള കൂറാണ്. അപ്പോൾ അതുകൊണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്ത കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ചരിഞ്ഞ് നോക്കിക്കോളൂ. ആദ്യം ഏതായാലും ശ്രീ നൗഷാദ് ഈ സെൻകുമാറും മുസ്ലിം സമൂഹം എന്നുള്ള എൻ്റെ ഫേസ്ബുക്കിൽ പിൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്. അത് വായിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് സംഗതി എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് പല മതങ്ങൾക്കും പല രീതിയിലുള്ള എസെൻഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ എസെൻഷ്യൽ കാര്യത്തിൻ്റെ ഒന്നാണ് ജെയിൻ സമൂഹത്തിൽപ്പെട്ടവർക്ക് നഗ്നത. അവർ വസ്ത്രം ഉടുക്കില്ല. അവരെ വസ്ത്രം ഇല്ലാതെ
നിങ്ങളുടെ സ്കൂളിൽ കോളേജിൽ നിങ്ങൾ കയറ്റുമോ? അവരുടെ മതപരമായിട്ടുള്ള അവരുടെ അവകാശമാണെന്ന് പറഞ്ഞ്. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന അവകാശങ്ങളൊക്കെ നോക്കുക, അത് നിയന്ത്രിതമാണ്. ശിവൻകുട്ടി മന്ത്രിക്ക് ഇതൊന്നും അറിയാത്തതിൻ്റെ അദ്ദേഹത്തിന് 1ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയാൽ ജയിക്കുമോ? അദ്ദേഹം ജയിക്കില്ല. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെപ്പറ്റി ഞാൻ കൂടുതൽ എന്താ പറയാനുള്ളത്? എനിക്ക് സാമാന്യം പേഴ്സണൽ ബന്ധമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ 1ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി അദ്ദേഹം ജയിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പോടി പറയാൻ പറ്റും. അതുപോലെ യാതൊരു സ്ഥിരതയുമില്ല. ഒരു കാര്യം ഇന്ന് പറയും, മറ്റൊരു കാര്യം നാളെ പറയും. അപ്പോൾ അതുകൊണ്ട് ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് അനുസരിച്ച് നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കേണ്ട. ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത് ലാർജർ ഫ്രെയിം വർക്കിലാണ്. ആ ലാർജർ ഫ്രെയിം വർക്ക് പള്ളുരുത്തി സ്കൂളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മുഴുവൻ കാര്യത്തിലുമായിട്ട് എടുക്കണം. ഈ കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ച പലയിടത്ത് നടന്ന കാര്യങ്ങൾ അതിൻ്റെ എല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം 2047 വിഷൻ അത് PFI പുറത്തിറക്കിയതാണ്. അതനുസരിച്ച് മുസ്ലിം ബ്രദർഹുഡിൽ നിന്ന് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കപ്പെടുന്നു. കുറേ വിഡ്ഢികൾ അത് ഇപ്പോൾ ഹൈന്ദവ സമൂഹത്തെ ഇല്ലാതാക്കാനായിട്ട്, പിളർത്താനായിട്ട് ശ്യാംകുമാറിനെ പോലെ കുറേ പേരെ കൊണ്ട് നടക്കുന്നുണ്ട്. അതേപോലെയുള്ള കുറേ പേരുണ്ട്, നുണയിടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഉപയോഗിക്കുന്നു, പരമാവധി ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് പിളർപ്പുണ്ടാക്കുക, ഒരു ഭാഗത്ത് വളർച്ചയുണ്ടാക്കുക, ഇതെല്ലാമാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. അതിനൊന്നും ഞാൻ എല്ലാം തുറന്നു പറയുകയാണ് കൃത്യമായിട്ട്. ഈ പറഞ്ഞ ഡാറ്റയെല്ലാം ഗവൺമെൻറ് ഡാറ്റകളുമാണ്. അപ്പോൾ അതിലൊന്നും ഞാനുണ്ടാക്കിയ ഡാറ്റയല്ല, അത് കൃത്യമായിട്ട് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റകൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ശ്രീ നൗഷാദ് ആദ്യം മനസ്സിലാക്കുക, ഞാൻ എന്തുകൊണ്ട്, കാരണം നിങ്ങൾക്ക് 8 വർഷമായിട്ട് ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനോ പറയാനോ ഇല്ലല്ലോ, ഉണ്ടായില്ലല്ലോ.